بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നവരാണ്. പുരോഗതി ഭൗതിക നിലയിൽ നമുക്കെല്ലാവർക്കും സാധ്യമാകുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം, നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, നമ്മളൊക്കെ ജീവിതത്തിന്റെ ചെറുപ്പകാലത്ത് അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മളുടെ മക്കളിൽ വരുമ്പോൾ അത് കാണപ്പെടുന്നില്ല. ഞാനായിട്ട് സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ചിട്ടില്ല, എൻ്റെ മക്കൾക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട പോലെ എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല, ഒരു കുറവും അവർക്കുണ്ടാവാൻ പാടില്ല. അങ്ങനെ പരമാവധി പുതിയ തലമുറയെ സന്തോഷിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ആ വാക്കിന്, പ്രയോഗത്തിന് ഒറ്റ വാക്കിൽ പറയാം, പുരോഗമനം എന്ന്. അങ്ങനെ ഭൗതിക തലത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വേഗത്തിൽ മനുഷ്യർ മറക്കുന്ന ഈ പുരോഗതിയുടെ കൂടെ വേഗത്തിൽ മറക്കുന്ന ഒരു ചിന്തയാണ് പരലോക ചിന്ത. പുരോഗതി ഉണ്ടാകുന്നതനുസരിച്ച് മനുഷ്യരിൽ യാദൃച്ഛികമല്ല, യാന്ത്രികമായി തന്നെ സംഭവിക്കാണ് അവൻ പരലോക ചിന്ത അവന്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയാവും. സ്വന്തം മരണം ഉൾപ്പെടെ അതിനുശേഷം തുടർന്ന് സംഭവിക്കുന്നവന്റെ ഖബർ, മഹാന്മാരായ മലക്കുകളുടെ ചോദ്യം, വിചാരണ, അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം എന്നോണം നമ്മൾ കൊണ്ടു നടക്കുന്ന പരലോകത്തിന്റെ വലിയ വലിയ ഗൗരവമേറിയ സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കണമല്ലോ എന്നത് നമ്മൾ മറക്കാണ്. നിരന്തരം മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുന്നുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ അത് മുഖേന നമുക്ക് ഒരു സങ്കടമോ ഒരു വിഷമമോ സ്വന്തം കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഉണ്ടാവാറില്ല. നാം കേൾക്കുന്ന മരണവാർത്തയോട് ചിലപ്പോൾ നമുക്ക് ഒരു ഖേദം തോന്നിയാലും കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മറന്നു പോകും. പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ മറവിയാണ്. അള്ളാഹു നമ്മുടെ ഉള്ളില് പരലോക ചിന്ത തന്ന് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ ഉണർത്താണ്. നാളത്തേക്ക് വേണ്ട ഒരു സമ്പാദ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താണ്. മിക്കവാറും നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ ആ ആയത്ത് നിരന്തരം ഓതാറുള്ള ആയത്താണ്. അള്ളാഹു ഓർമ്മപ്പെടുത്താണ് നാളത്തേക്ക് വേണ്ട ഒരുക്കങ്ങളെ കുറിച്ചുള്ള ആ ചിന്തയെ അള്ളാഹു ഉത്തേജിപ്പിക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണോട്ടോ, അള്ളാഹുവിനെ ഭയക്കണം. റബ്ബ് എന്ന ചിന്ത കൊണ്ട് നിങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. അള്ളാഹു എന്ന ചിന്ത കൊണ്ട് നിങ്ങൾക്കുണ്ടാവേണ്ട നിയന്ത്രണമാണ് നിങ്ങളുടെ ആത്മീയ തലം. നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചതെന്ന് ജീവന്റെ തുടിപ്പുള്ള ഓരോ ശരീരവും ഓരോ നിമിഷവും ആലോചിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് വീണ്ടും ആഹ്വാനം ചെയ്യുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക. ഇങ്ങനെ ഒരു ചിന്തയിൽ നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് റബ്ബെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഞാൻ ഇന്ന് മരിച്ച നാളെ എന്റെ പുതിയ ജീവിതം, ഇന്ന് മരിച്ചെന്ന് മറവ് ചെയ്താൽ ഞാൻ തുടങ്ങുന്ന പുതിയ ജീവിതം, അതിലേക്ക് ഞാൻ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഞാൻ എന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എന്ന് ഖുർആന്റെ ഉപദേശം. എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ നിങ്ങളാവല്ലേ. എന്നാൽ അങ്ങനെ എങ്ങാനും ആയിക്കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള അവസരം തന്നെ നഷ്ടപ്പെടുത്തി കളയും. അങ്ങനെ ഉണ്ടല്ലോ, നന്മ ചെയ്യാനുള്ള അവസരം. കോവിഡ് വന്നപ്പോ
പലർക്കും ഹജ്ജിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. അപ്പോഴുണ്ട് ഹജ്ജ് ഫറദായ പലരും മരിച്ചു പോകുന്നു. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നടക്കാതെ പോകുന്നു. പള്ളിയെ ആഗ്രഹിച്ച ആളുകൾക്ക് പള്ളിയിൽ പോവാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ പല പ്രയാസങ്ങളും ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണ. അള്ളാഹു തന്നിട്ട് തരാത്ത പോലെ എല്ലാം കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ. നന്മ ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ കയ്യിൽ സമ്പത്ത് എന്നും ഉണ്ടാവില്ല. നമ്മുടെ സമ്പത്ത് സ്വീകരിക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഇന്നുണ്ട് എങ്കിൽ നാളെ ഒരു പക്ഷെ അവർക്ക് സ്വീകരിക്കാനുള്ള ആവശ്യം വേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നാളെ ചെയ്യാൻ പറ്റാതെ വരും. അതാണ് പറഞ്ഞത്, ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ നിങ്ങൾ പാഴാക്കി കളയല്ലേ. അത് നമുക്ക് പിന്നീട് കിട്ടാത്തൊരവസരം പോലെ. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. കപടന്മാരാണ് അവര്. അവസരം ഉണ്ടായിട്ട് നന്മ ചെയ്യാതെ പോകുന്നവർ കപടന്മാരാണ്. യഥാർത്ഥത്തിൽ അവസരത്തെ ഉപയോഗിക്കാൻ കഴിയുക എന്നത് ആഖിറം എന്ന ചിന്ത ഉള്ള ആൾക്കേ കഴിയൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പറയുന്നു, വലാ തസ്തവിൽ ഹസനതു ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്നതി അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിലേക്ക് പോകേണ്ടവരും നരകത്തിലേക്ക് പോകേണ്ടവരും ഒരുപോലെ അല്ല. നരകത്തിലേക്ക് പോകുന്ന ആള് പരാജിതനാണ്. സ്വർഗത്തിലേക്ക് പോകുന്നവരാ വിജയികൾ. അള്ളാഹു ഇതിൽപ്പെടുത്തിട്ട്. അപ്പോ ജീവിതത്തിൽ സൂക്ഷ്മത വേണം. നാളേക്ക് എന്തുണ്ടാക്കി എന്ന ഒരു നിരന്തരമായ ചിന്ത വേണം. അതോടൊപ്പം തന്നെ നന്മ കിട്ടാനുള്ള അവസരം പാഴാക്കൽ അത് ഉപയോഗപ്പെടുത്തണം. സ്വർഗാവകാശിയും നരകാവകാശിയും ഒരുപോലെയല്ല. സ്വർഗാവകാശിയാണ് വിജയിക്കുന്നത്. എത്ര സാരസമ്പൂർണമായ ഒരു ഉപദേശമാണ് ഈ 2-3 ആയത്തുകളിലൂടെ അള്ളാഹു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നന്മകളിലേക്കൊരു പ്രോത്സാഹനമാണിത്. ആഖിറം എന്ന ചിന്ത ഉണ്ടെങ്കിൽ നന്മ പാഴാവില്ല. നന്മ നന്മയായി തീരാണ്. ഇതെനിക്ക് നാളെ അവിടെ കിട്ടാനുള്ള എല്ലാ നിബന്ധനയും ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പൂർത്തീകരിക്കുമെന്നതാണ് ആഖിറം എന്ന ചിന്ത കൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും നന്മയായിട്ടുണ്ടെങ്കിൽ അത് പാഴാവില്ല എന്നാണ്. അത് നന്മയാകുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ പരാജയം. ചെയ്യുന്ന നന്മകളൊന്നും പാഴല്ല, നന്മയാവണം, നന്മയാക്കണം. നല്ല നെയ്യത്ത്, നല്ല ഇഖ്ലാസ്, നല്ല ഉദ്ദേശ ലക്ഷ്യം. നമ്മൾ സ്വാർത്ഥംബരികളും ഭൗതിക ചിന്തകളും ഉള്ള ആളുകളായി മാറി നമ്മുടെ നന്മയ്ക്ക് എന്തെങ്കിലും താൽക്കാലിക നേട്ടങ്ങളാൽ ആ നന്മകളെ അസ്തമിപ്പിച്ച് കളയാറുണ്ട്. നന്മ നന്മയായിട്ടുണ്ടോ എന്നാൽ അത് പാഴല്ല. ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയ الറഹ്മാൻ ബിൽഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്രിൻ കരീം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും وكل شيء أحصيناه في إمام مبين. അല്ലാഹു പറയുന്നു, നമ്മൾ ചെയ്ത നന്മ പാഴല്ലട്ടോ. മരിച്ചവരെ ജീവിപ്പിക്കും അല്ലാഹു. നമ്മുടെയൊക്കെ മരണം കഴിഞ്ഞ് അല്ലാഹു പുനർജീവിപ്പിക്കും. അന്ന് വനക്തുബു മാ ഖദ്ദമു, നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ രേഖയാണ്. ഒന്ന് ആലോചിച്ചു നോക്കി, നമ്മൾ ചെയ്തത് അല്ലാഹുവിന്റെ മുന്നിൽ രേഖയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാ നമ്മൾ ചെയ്തത് നമുക്ക് തന്നെ അറിയില്ല. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും നമുക്കത് ഓർമ്മയില്ല. എല്ലാം അവന്റെ അടുക്കൽ രേഖയാണ്. അത്രയും വലിയൊരു നിരീക്ഷണം നമ്മെക്കുറിച്ച് ഓരോ നിമിഷങ്ങളിലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഒരു കഴിവ് നോക്കണം. അവൻ നിങ്ങളെ നിരീക്ഷിച്ചത് മുഴുവൻ രേഖയാക്കി വെച്ചിട്ടുണ്ടേ. ആ സമയം നമ്മെ അത് ബോധ്യപ്പെടുത്തി തരുന്നൊരു നേരമുണ്ടല്ലോ നാളെ പരലോകത്ത്. ഒന്നും നിഷേധിക്കാൻ പറ്റൂല. അത്രത്തോളം അതേക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് അന്നേരം തരും. പിന്നെയുണ്ട് നമ്മൾ ചെയ്തു വെച്ച ചില നന്മകൾ നമ്മളുടെ കാലശേഷം മറ്റു പലരും നമ്മെ അനുധാവനം ചെയ്യുന്നു. നമ്മൾ ചെയ്തതിനെ മറ്റു പലരും അത് കണ്ടുപഠിച്ചവർ, അത് ചെയ്തു പോന്നപ്പോ നമ്മെ മാതൃകയാക്കിയവർ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായി നമ്മൾ ചെയ്തു വെച്ചവർ, നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഒരു ഉദാഹരണം പറയാം. ആരും ചിന്തിക്കാറില്ല,
നമ്മള് ഒരാൾക്ക് ഒരു വീട് പാർക്കലുണ്ടായപ്പോൾ ഗിഫ്റ്റ് കൊടുത്തത് ഒരു ടെലിവിഷൻ ആണെങ്കിൽ, TV ആണെങ്കിൽ, നമ്മൾ അവരെ സന്തോഷിപ്പിച്ചതായിരിക്കും. നമ്മൾ വാങ്ങിക്കൊടുത്തത് TV ആണ്, അവരിങ്ങോട്ടൊരു TV വാങ്ങിത്തത്, നമ്മൾ അങ്ങോട്ടൊരു TV വാങ്ങിക്കൊടുത്തു. യഥാർത്ഥത്തിൽ അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം വാങ്ങലുകൊണ്ട് നമ്മുടെ ഏട് കിതാബിലേക്ക് നമ്മുടെ നന്മയാണോ നമ്മുടെ തിന്മയാണോ ഇത് മുഖേന ഇനി വർദ്ധിക്കാം. ആ ഒരു ഉപകരണത്തിന്റെ ഉപയോഗം മിക്കവാറും എല്ലാവരുടെയും ഒരു സങ്കല്പം അനുസരിച്ച് ആ ഒരു ഉപകരണത്തിന്റെ ഉപയോഗം തെറ്റുകൾ ചെയ്യുന്നതിൽ മിക്കവാറും ഉണ്ട്. സിനിമ കാണാൻ, സീരിയൽ കാണാൻ, ഹറാമായ പലതും കാണാൻ അത് ഉപയോഗിക്കുന്നു. TV തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരു മൊബൈൽ ഫോൺ ഗിഫ്റ്റ് കൊടുത്താൽ നമ്മൾ ആലോചിക്കണം, ഇതുകൊണ്ട് എനിക്ക് ഉണ്ടാവാൻ പോകുന്ന ഗുണമാണോ ദോഷമാണോ? ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് മേടിച്ചു കൊടുക്കുന്ന പോലെയല്ല, ഒരു മിക്സി വാങ്ങിക്കൊടുക്കുന്ന പോലെയല്ല. നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് മൊബൈൽ ഫോൺ ആണെന്ന് വെച്ചോ, TV ആണെന്ന് വെച്ചോ, അത് സ്വീകരിച്ച ആള് അത് ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു. ചിലരുണ്ട് വലിയ ഉപകാരവും സഹായവും അള്ളാഹു കൂലി കൊടുക്കുന്ന അമലുമാണെന്ന് കരുതിയാണ് സ്വർണമൊക്കെ പണയം വെക്കാൻ കൊടുക്കും, അടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ. അവന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ ഞാനങ്ങ് കൊടുത്തതാണ്, അള്ളാഹു കൂലി തരൂന്ന് ഓർത്ത് കൊടുക്കണ്ട കേട്ടോ, അള്ളാഹു ശിക്ഷ തരാം. പണയം വെക്കാൻ കൊടുത്തത്, ആധാരം പണയം വെക്കാൻ കൊടുത്ത അയൽവാസിയെ സ്നേഹിക്കുന്ന പലരും കിട്ടാതെ വരുമ്പോ നമ്മൾ വിളിച്ചു പറയും, അയൽവാസി വഞ്ചിച്ചു, എന്റെ ആധാരം അവന് ലോണിന് വേണ്ടി, പണയത്തിന് വേണ്ടി കൊടുത്തതാ എന്നൊക്കെ പറയും. ഇത് പുണ്യാണെന്നാണ് ഓർത്തെ, അത് പുണ്യമല്ലല്ലോ. അപ്പൊ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ അതിനുശേഷം നമുക്ക് കൂലി കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്തു കൊടുത്തു നോക്കൂ, അല്ലാഹു തആല അതിന്റെ കൂലി ഓരോ നിമിഷവും. നമ്മൾ ഒരാൾക്ക് വാങ്ങിക്കൊടുത്തത് ഇപ്പൊ സഹോദരിമാർക്ക് മിക്കവാറും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിസ്കാര കുപ്പായം. അത് മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ട്. ആർക്ക് കിട്ടിയാൽ എത്ര കിട്ടിയാലും അത് ബാക്കി വരാറില്ല. ഒരാൾക്ക് 2 2-ലധികമോ ഒക്കെ ഉപയോഗിക്കാലോ. അല്ലെങ്കിലോ ഒരു മുസല്ല, എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗുണകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണം, അത് വാങ്ങിക്കൊടുത്തു. ഒരു പേന, നല്ലത് എഴുതാനാണല്ലോ പേന ഉപയോഗിക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിൽ അള്ളാഹുവിന്റെ നിരീക്ഷണവും നമുക്കത് കൂലി കിട്ടുന്നതാണെന്നും ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാവണം. അതിനൊറ്റ വാക്കിൽ പറയും, ആഖിറം എന്ന ചിന്ത. അണുമണി തൂക്കമാണ് നമ്മൾ ചെയ്തതെങ്കിൽ പോലും അത് പാഴല്ല. പരിശുദ്ധമായ ഖുർആൻ, وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. എത്ര രസകരമായ രീതിയിൽ അല്ലാഹു പറയുന്നു. മീസാൻ എന്ന തുലാസ് സ്ഥാപിച്ചിട്ട് ഖിയാമത്ത് നാളിൽ ആ തുലാസിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കുമ്പോ ഒരാൾക്കും അല്ലാഹു നന്മ അപഹരിക്കുന്നില്ല, തിന്മ എക്സ്ട്രാ കൊണ്ടുവന്ന് ചാർത്തി വെക്കുന്നുമില്ല, ചെയ്തതേ ഉള്ളൂ. അണുമണി തൂക്കം, നന്മയായാലും തിന്മയായാലും പാഴല്ല, അത് അവിടെ കൊണ്ടുവരപ്പെടും. അള്ളാഹു പറയുന്നു, കണക്ക് വെക്കാൻ അള്ളാനെ കഴിഞ്ഞേ ഉള്ളൂ ആരും. അത്രത്തോളം നമ്മുടെ നന്മയും തിന്മയും അള്ളാഹുവിന്റെ മുന്നിൽ രേഖയാണ്. അള്ളാഹു നല്ലത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അലീമാ. അള്ളാഹുവിന്റെ ഒരു രീതി നോക്കണേ. അള്ളാഹു ഒരാളെയും ഒരു അണുവോളം, ഒരൽപ്പം പോലും ഒരാളോടും അള്ളാഹു അക്രമം കാണിക്കുന്നില്ല. ഒരാൾ ചെയ്തത് ഒരു നന്മയാണ് എങ്കിൽ അള്ളാന്റെ കാരുണ്യം നോക്കണം. ഒരാൾ ചെയ്തത് ഒരു നന്മയാണ് എങ്കിൽ ആ നന്മയെ അള്ളാഹു ഇരട്ടി 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 ഇരട്ടിയാക്കിയിട്ട അവന്റെ ഏട് കിതാബിലേക്ക് രേഖപ്പെടുത്താം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും റബ്ബ് അവന്റെ ഓസാരമായി വലിയ കൂലിയെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ അള്ളാഹു കൊണ്ടുപോവാം. അങ്ങനെ അള്ളാഹു അവന്റെ സൃഷ്ടിയെ സന്തോഷിപ്പിക്കുക. ഒരു ഹദീസ് കേട്ടോളൂ,
ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം അറിയിക്കാണ്. അള്ളാഹു നന്മയും തിന്മയും സൃഷ്ടിച്ചു. എന്നിട്ടോ രണ്ടും എന്തൊക്കെയാണെന്ന് അവന്റെ സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. നന്മയാണെന്നറിയാത്താരാ, തിന്മയാണെന്നറിയാത്താരാ, എല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസന, ഒരാൾ ഒരു നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ, വലം യഅമൽഹ, അവൻ അത് ചെയ്തില്ല കേട്ടോ, അവൻ വിചാരിച്ചതേ ഉള്ളൂ, ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അല്ലാഹു അവൻ വിചാരിച്ചതിന്റെ പേരിൽ അവൻ ഒരു നന്മ, പരിപൂർണ നന്മ, കുറവുകളില്ലാത്ത ഒരു നന്മ ചെയ്തു എന്ന് തന്നെ രേഖപ്പെടുത്താണ്. ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചതേ ഉള്ളൂ. ഒരാള് ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചതിന്റെ കൂടെ അവൻ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അത് രേഖപ്പെടുത്താൻ പറയുന്നു. സ്റ്റാർട്ടിങ് തന്നെ 10 ഇരട്ടി എന്ന രീതിയിൽ എഴുതാൻ പറയും. നന്മയാണ് അത്. എവിടെ വരെ പോകാം? 10 ഇരട്ടിയിൽ നിന്നും നേരെ പിന്നെ കേറുന്നത് 700 ഇരട്ടിയാ. എങ്ങോട്ട്? ഒരുപാട് ഇരട്ടികളിലേക്ക് അതിങ്ങനെ കേറിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമേ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഒരു ചെറുത് ചെയ്താലും പാടില്ല, അള്ളാഹു അത് ഇരട്ടിയാക്കി തരുന്നു. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ യുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. പ്രിയപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് കൊടുത്ത ഉപദേശം ഖുർആന്റെ വചനങ്ങളിലുണ്ട്. ചെറുതാണെങ്കിലും പാഴല്ലോ, ഒരു ചിരിയാണെങ്കിലും പാഴല്ല, നല്ലതാണ് ഇത്, എനിക്ക് അള്ളാഹ് കൂലി തരുമെന്ന് വിചാരിച്ചൊരു കരിയില പിറക്കി കളഞ്ഞതാണ് എങ്കിൽ പോലും അതും പാഴല്ല. ഒന്നും പാഴല്ലേ. ഇതൊന്നും ഒരു പഴം കഴിച്ചു, അതിന്റെ തൊലി കളയാൻ നോക്കിയപ്പോഴാണ് ഒരു ആട് നിൽക്കുന്നത്. ബിസ്മി ചൊല്ലി അതിന്റെ വായിൽ വെച്ചു കൊടുത്തു. നമ്മളത് കാലാകാലം ഓർത്തിരിക്കില്ല. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റോഡരികിൽ നിൽക്കുക, ഒരാൾ വന്ന് വഴി ചോദിച്ചു, അൽഹംദുലില്ലാ കൂലി കിട്ടൂലോ, അവനെ വഴി പറഞ്ഞു കൊടുക്കുക. അതിൽ ഏത് മതന്നോ ജാതിന്നൊന്നുമില്ല, അയാൾക്കൊരു സഹായം ചെയ്യല്ലേ, വഴി പറഞ്ഞു കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ആ വഴി പറഞ്ഞു കൊടുത്തു, ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഇത് രേഖയാണ്. അങ്ങനെയാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് പിരിവ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ വെള്ളിയാഴ്ച ബക്കറ്റ് പിരിവ് ഇങ്ങനെ പോന്നു. നമ്മളെന്തോ ഇട്ടത് എത്ര നമുക്ക് ഓർമ്മയില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ ഇട്ടതേ ഓർമ്മയില്ല, നമ്മൾ മറന്നു. പക്ഷെ രേഖയുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു. അവിടെ രേഖയുണ്ട്. ഇങ്ങനെ രേഖയിൽ ഉണ്ടാകുമെന്ന് കരുതിയാൽ ആ രേഖയിൽ കേറാകുന്ന ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അല്ലാഹു നമുക്കത് പാഴാക്കൂല. ലുക്മാൻ, മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം മകനോട് പറയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. മോനെ, നീ ചെയ്ത നന്മ ആകാശത്തിന്റെ ഏതോ കോണിലാണ്, ഭൂമിയിൽ നീ അറിയാത്ത ഏതോ ഒരു മുക്കിലോ മൂലയിലാണ്, അല്ല ഒരു പാറന്റെ അടിയിലാണ്, ഒരു വലിയ കല്ലിന്റെ അടിയിലാണ്. നീ ചെയ്തൊരു നന്മയാണ്. അത്ര ചെറുത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാൽ പോലും അത് അല്ലാഹു കൊണ്ടുവരും. അല്ലാഹു കൊണ്ടുവരും. നീ ചെയ്ത നന്മയാട്ടോ ഇത്. 50 പൈസ, 25 പൈസ, ഇപ്പൊ ആ നാണയങ്ങളൊക്കെ കാണല് പ്രയാസം. നമ്മൾ സ്വതക്ക ചെയ്തത് അതായിരിക്കും. അത് ഏത് കാലഘട്ടത്തിൽ എത്ര മൂല്യം ഇതിനുണ്ടായിരുന്നു. പാഴല്ല, പാഴല്ല, പാഴല്ല. അപ്പൊ ഒന്ന് സ്വയം വിചാരണ നടത്താം. പടച്ചോനെ, എന്റെ കണക്ക് നീ എടുക്കുമ്പോ എന്റെ കണക്കിൽ എനിക്ക് നിന്റെ മുന്നിൽ പറയാനുള്ളത് എത്ര ഉണ്ടല്ല. അല്ലാഹുവേ, ഞാൻ ഈ ആഴ്ചയിൽ എന്റെ വരുമാനം അതിന്റെ സ്വതക്കയായിട്ട് എത്ര പോയി? ഈ ആഴ്ചയിൽ ഞാൻ വീട്ടിൽ മീൻ വാങ്ങിയത്, ഈ ആഴ്ചയിൽ ഞാൻ ഇറച്ചി വാങ്ങിയത്, എന്റെ കുടുംബത്തിന്റെ നഫഖ എന്ന നിലയിൽ എനിക്ക് നീ കൂലി തരും. ഞാൻ നെയ്യത്ത് വെച്ചിരുന്നോ? പടച്ചോനെ, എനിക്ക് നെയ്യത്ത് വെക്കണം. ഞാൻ നെയ്യത്ത് വെക്കാൻ മറന്നുപോയോ? അല്ലാഹുവേ, എനിക്കതിന് കൂലി വേണം. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് ഗുണമുള്ളതാവണം. ഈ ആഴ്ചയിൽ നമ്മൾ
ജമാഅത്തായി നിസ്കരിച്ചത്, ഈ ആഴ്ചയിൽ നിസ്കരിക്കാതിരുന്നു, ഒരു കണക്കെടുക്കാം. ഈ ആഴ്ചയിൽ എത്ര വട്ടം അൽ കഹ്ഫ് ഓതി? കഴിഞ്ഞ ആഴ്ചയിൽ ഒരെണ്ണം ഓതിയത്, ഈ ആഴ്ചയിൽ 2 ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഖൈർ. യാസീൻ എത്ര ഓതി? അങ്ങനെ ഓരോ നന്മകൾ. ഈ ആഴ്ചയിൽ ഞാൻ ആരുമായി വഴക്കിട്ടു? ഈ ആഴ്ചയിൽ ഞാൻ ആരുടെ കുറ്റം പറഞ്ഞു? ഈ ആഴ്ചയിൽ അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ ജനാസ കുളിപ്പിക്കുന്ന നേരം സ്വഹാബികൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഉമറിനെ ശിക്ഷിച്ചിരുന്നു റളിയല്ലാഹു. ഉമറേ, നീ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, നീ ചെയ്തോ? സ്വയം ശരീരത്തിലേക്ക് പ്രഹരമേൽപ്പിക്കുമായിരുന്നു. അതിന്റെ അടയാളം ആ സ്വകാര്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ സ്വഹാബികൾക്ക് ബോധ്യപ്പെട്ടതാ മയ്യത്ത് കുളിപ്പിക്കുമ്പോ. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് നിരന്തരം പറയുമായിരുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഹസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ കണക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കണക്കുകൾ എടുക്കാം. അള്ളാന്റെ മുന്നിൽ നിങ്ങളുടെ കണക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കണക്കിനെ എടുക്കാം. വസിനൂ അൻഫുസകും ഖബല അൻ തൂസനൂ. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളെ തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ ഒന്ന് തൂക്കി നോക്കാ. وَتَأَخَّبُوا لِلْعَرْضِ الْأَكْبَرِ عَلَى مَنْ لَا تَخْفَى عَلَيْهِ أَعْمَالُكُمْ. നിങ്ങളുടെ അമലുകളൊന്നും അറിയാതെ കാണാതെ പോകുന്നതല്ല അല്ലാഹ്. ആ അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളെ വിചാരണ ചെയ്യും മുമ്പേ നിങ്ങൾ ആ വിചാരണക്കൊന്ന് ഒരുങ്ങി നിൽക്കാ. സയ്യിദുനാ ഉമർ. ഇവരൊക്കെ ചിന്തിച്ച് നടന്നതാ. ഇവരൊക്കെ ലോകത്ത് ചർച്ചയാ. അവരൊക്കെ ചിന്തിച്ച് നടന്നതാ. ഒരു ഹദീസ് പറയാം, സ്വഹീഹ് മുസ്ലിം. അള്ളാഹുവിന്റെ രീതികൾ നോക്കിക്കോട്ടോ. അള്ളാഹു നമ്മോട് പറയാണേ, അന്നബി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ റവാ അനില്ലാഹി തബാറക വ തആല. അള്ളാഹു നമ്മോട് പറയാ. ഞാൻ അവസാനിപ്പിക്കണം, വേഗം പറയാം. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമാ ഫലാ തദാലമൂ. ഓ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, അക്രമം എന്നത് എനിക്ക് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കാം. അല്ലാഹു പറയണം, അല്ലാഹു അക്രമിയല്ല. അല്ലാഹു പറയുന്നു, അക്രമം എന്നത് എനിക്ക് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കാം. അത് നിങ്ങൾക്കും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ പരസ്പരം അക്രമം പാടില്ല. യാ ഇബാദി കുല്ലുക്കും ളാൽ. എന്റെ പ്രിയപ്പെട്ട അടിമകളെ, അടിസ്ഥാനപരമായി നിങ്ങളൊക്കെ വഴിപിഴച്ചു പോകേണ്ടവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു. ഞാൻ ഹിദായത്ത് കൊടുത്തവരല്ലാത്ത എല്ലാവരും വഴിപിഴച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഖ്ദികും. എന്നോട് നിങ്ങൾ ഹിദായത്ത് ചോദിച്ചോളൂ, നിങ്ങളെ ഞാൻ ഹിദായത്തിലാക്കാം. നിങ്ങൾ ചോദിച്ചോളൂ. ആരപ്പത് ചോദിക്കാം? ഖുനൂത്ത് ഓതുമ്പോ ഹിദായത്ത് ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇഹ്ദിനാ ഫീമൻ ഹദൈത്. സൂറത്തുൽ ഫാത്തിഹ തന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അടിസ്ഥാനപരമായി മനുഷ്യരെ നിങ്ങൾ ഹിദായത്തില്ലാത്തവരാണ്, ഞാൻ ഹിദായത്ത് കൊടുത്തവരല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ഹിദായത്ത് എന്നോട് ചോദിച്ചോളൂ. ഇനി കേട്ടോളൂ. യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. രാവും പകലും നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാ. വ അനാ ഗഫിറു ദുനൂബ ജമീഅ. രാത്രിയിലെയും പകലിലെയും ഏത് തെറ്റും ഞാൻ പുറത്തു കൊടുക്കുന്നവനാ. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. എന്നോട് പൊറുക്കാനൊന്ന് ചോദിച്ചുകൂടെ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറാ. യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗൂ ദർരി ഫതദുറൂനി വലൻ തബ്ലുഗൂ നഫഇ ഫതൻഫഊനി. ഓ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾക്ക് എന്നെ ശല്യം ചെയ്യാനും ഇടങ്ങേറാക്കാനും പറ്റൂല. എനിക്ക് നിങ്ങൾ ഉപകാരം ചെയ്യാനും നിങ്ങൾക്ക് കഴിയൂല. നമുക്ക് അള്ളാഹിനെ ഉപദ്രവിക്കാനും പറ്റൂല, അള്ളാഹ്ക്ക് ഉപകാരം ചെയ്യാനും പറ്റൂല. അള്ളാഹയാണ് ഗനിയാണ്. അള്ളാഹു പറയാണ്, എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ശൈആ. ഓ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങളിൽ കഴിഞ്ഞു പോയവരും
നിങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും നിങ്ങളിൽ ഇനി വരാനുള്ളവരും നിങ്ങളുടെ കൂടെയുള്ള ജിന്നുകളും സർവ്വമനുഷ്യരും നിങ്ങളെല്ലാവരും കൂടി നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന്റെ പേരിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നിങ്ങളെല്ലാവരും എനിക്കെതിരെ തിന്മ ചെയ്ത് ജീവിച്ചാൽ അതിന്റെ പേരിൽ എനിക്ക് ഒരു നഷ്ടവും വരാനില്ല. എന്റെ അധികാരത്തിൽ ഒരു കുറവുമില്ല. പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങളിൽപ്പെട്ട എല്ലാവരും കൂടി, എല്ലാ സൃഷ്ടികളും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിന്നിട്ട് ഫസഅലൂനി, എന്നോട് ചോദിച്ചു. ചോദിച്ചവർക്കെല്ലാവർക്കും ആരാ ചോദിച്ചു? കഴിഞ്ഞുപോയ കാലങ്ങളിൽ ജീവിച്ച സർവ്വ മനുഷ്യരും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യരും, വരാനുള്ള സർവ്വ മനുഷ്യരും, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ സർവ്വ മനുഷ്യരും, അള്ളാഹുവിന്റെ സൃഷ്ടികളായ ജിന്നുകളിലെ സർവരും അള്ളാഹുവോട് ഒരു സ്ഥലത്ത് സമ്മേളിച്ചുകൊണ്ട് ഓരോരുത്തരും അള്ളാഹുവോട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ടും അള്ളാഹു എല്ലാവർക്കും ചോദിച്ചതനുസരിച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചോദിച്ചവർക്ക് കൊടുത്തതിന്റെ പേരില് അള്ളാഹു പറയാ, എന്റെ കയ്യിലുള്ളതിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. ഒരു സൂചി കൊണ്ടുവന്നിട്ട് സമുദ്രത്തിന്റെ നടുവിലൊന്ന് മുക്കിയിട്ടൊന്ന് കുടഞ്ഞെടുത്താൽ സമുദ്രവെള്ളത്തിൽ നിന്നും ആ സൂചിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോ? അത്ര പോലും എന്റെ ഖജനാവിലുള്ളത് കുറവ് വരൂല. സർവസൃഷ്ടികളും ചോദിക്കുന്ന പതിനായിരക്കണക്കിന് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്താൽ അതിന്റെ പേരിൽ എനിക്ക് കുറവില്ല. അള്ളാഹു ആരാണെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്താ. അള്ളാഹു കരുണ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും മുഹ്സിഹാ ലക്കും സുമ്മ വഫീകും ഇയാഹാ ഫമൻ വജദ ഖൈറൻ ഫൽഹംദില്ലാ. അതുകൊണ്ട് ഒരു നന്മ നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ആ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിന്റെ കൂലി ഞാൻ പൂർത്തീകരിച്ചു തരും. ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്താൽ നിങ്ങൾ അള്ളാഹുവിന് സ്തുതി പറഞ്ഞോളൂ. ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞു എന്ന സന്തോഷത്താൽ നിങ്ങൾ റബ്ബിന് സ്തുതി പറഞ്ഞോളൂ. ഒരാൾക്കൊരു നന്മ ചെയ്യാനും കഴിഞ്ഞില്ല എന്നതിന്റെ പേരിൽ അവൻ സ്വന്തം ശരീരത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, അള്ളാനെ പറയണ്ട. അപ്പൊ അതുകൊണ്ട് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ നന്മ ചെയ്യണം. നന്മ പാഴല്ല, നന്മ അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്ക് അമല് ചെയ്യുന്നത് അമലായി മാറാൻ, അത് മുഖേന അള്ളാഹുവിന്റെ അടുക്കൽ അത് ഉപകാരമുള്ളതാവാൻ, നമ്മൾ ചെയ്യുന്ന ഒന്നും പാഴാവാതെ കൃത്യവും വ്യക്തവുമായി തന്നെ റബ്ബിന്റെ മുന്നിൽ എത്തിപ്പെടാൻ അതിനുള്ളൊരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ക്ലാസ് കേൾക്കുന്നവർ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഒരുപാട് കിടപ്പ് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. മരണമാണ് ഖൈറിയെങ്കിൽ ഖൈറായ മരണം എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ചെറിയ മക്കൾ പലരും രോഗികളുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ദിനരാത്രങ്ങൾ ഞങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാ ഞങ്ങൾക്ക് ഖൈർ നൽകുക അല്ലാ. ഈ പുണ്യരാവുകളുടെ പകലുകളുടെ എല്ലാ നേട്ടങ്ങളും ഞങ്ങളിൽ നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ.
അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങളിൽ ഖൈർ നൽകുക അല്ലാ. ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിൽ നീ ഖൈർ നൽകുക അല്ലാ. വിദേശത്തും നാട്ടിലും ജോലി തേടുന്ന മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാ വഴികളും നീ എളുപ്പത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. ഖൈറായത് സമ്പാദിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. പൊന്നാര മക്കൾ പലരും പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നു. ഖൈറായ വിജയം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ നീ ബറക്കത്ത് നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വിവാഹപ്രായമായ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും മക്കൾക്കും നീ ഖൈറായ ബന്ധമടിപ്പിക്കണേ അല്ലാ. കടബാധ്യത ഉള്ള പലരും ദുആ ചെയ്യാൻ പറഞ്ഞു. കടങ്ങള് വീട്ടണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ നാവ് ബറക്കത്തുള്ള നാവാക്കണേ അല്ലാ. നല്ലത് പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാ. ഞങ്ങളുടെ കാത് ബറക്കത്തുള്ള കാതാക്കണേ അല്ലാ. നല്ലത് കേൾക്കാൻ നീ തൗഫീഖ് നൽകുക അല്ലാ. ജീവിതത്തിൽ നീ പൊറുക്കാത്ത അപരാധത്തിലിരിക്കെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. റബ്ബേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകുക അല്ലാ. മരണപ്പെട്ട എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ പലരും ഖത്മുൽ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എന്ത് ഉദ്ദേശത്തിലാണ് അവർ ഖുർആൻ ഖത്ം തീർത്തത്, ആ ഉദ്ദേശം സഫലമാക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും മരണപ്പെട്ടവരുടെ ഹദറാത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിന് വേണ്ടി ആമീൻ പറയുന്നവരുടെ ആമീൻ കബൂലാക്കുക അല്ലാ. ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുക അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.